ഇവിടെ മിസ്വാക്കായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. മിസ്വാക്ക് അതിന് മുന്നേ പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ ചില പണ്ഡിതന്മാർ പറയുന്ന ഈ പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഷെയ്ഖ് ഉസൈമീനൊക്കെ പറയുന്നുണ്ട് ഒഴിവാക്കുന്നതാണ് ഉത്തമം, പകൽ സമയത്ത് അല്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. പക്ഷെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് കഴുകി കളഞ്ഞാൽ എന്തില്ല, കുഴപ്പമില്ല. പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ തീരെ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൃത്തിയാക്കിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മിസ്വാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. മിസ്വാക്ക് നമുക്കറിയാം, ഉണങ്ങിയതുണ്ട്, നല്ല കട്ടിയുള്ളതുണ്ട്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ നാരുകളോ അല്ലെങ്കിൽ അതിലുള്ള ആ മരത്തിന്റെ പോലത്തെ സാധനമോ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അപ്പൊ ഉണങ്ങിയതാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഒന്നും ഉള്ളിലേക്ക് എത്തില്ല. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയ്ഖ് ഉസൈമീൻ പറയുന്ന ഒരു മസലയുണ്ട്. ഒരാൾ മിസ്വാക്ക് ചെയ്തു, ആ മിസ്വാക്ക് ചെയ്തതിനു ശേഷം അവൻ പുറത്തെടുത്തു, വീണ്ടും അവന് ആ മിസ്വാക്ക് ഉള്ളിലേക്ക് എത്തിയിട്ട് അത് ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയും. ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ പറഞ്ഞു ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയോ, ഇല്ല. പക്ഷെ ഒരാൾ ഉമിനീര് തുപ്പി എന്നിട്ട് അവൻ വീണ്ടും അതെടുത്ത് ഇറക്കിയാലോ നോമ്പ് മുറിയും. അതുപോലെയാണ് ഈ മസല. ഇത് പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു മസലയാണ്.